എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഞാനതെങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് സെൻറ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ ഞാനാണെങ്കിൽ ഞങ്ങൾ മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാറുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ നല്ലോണം നന്നായിട്ടുണ്ട്. പക്ഷെ കൈയൊക്കെ നോക്കുമ്പോൾ ഒരു രക്ത കളറ് പോലെ ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തെങ്ങനെ ഈ കൈയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അത് നല്ല ഭക്ഷണമായിരുന്നില്ലേ, അത് കാരണം ഉണ്ടോയെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി. അത് കഴിഞ്ഞ് അന്ന് രാത്രി ആൾ കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുപ്പാങ്കാലത്ത് പറഞ്ഞു എൻ്റെ കൈക്കൊരു വേദനയുണ്ടെന്ന് പറഞ്ഞു. ഈ ഇടത്ത് കൈക്ക് വേദന, ഈ ഞരമ്പ് ഏതിക്കൂടെ പോകണമെങ്കിലും വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് ചിലപ്പോൾ കാലിൻ്റെ ഉള്ളിലാവാം, പുറത്താവാം. ഏത് ഭാഗത്താണ് ഈ ഞരമ്പിൻ്റെ ഉള്ളിൽ വേദന എടുക്കുന്നത്, അത് ഹാർട്ട് അറ്റാക്കിന് ചെസ്റ്റിന് പെയിൻ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ കുറച്ച് തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൈയുടെ വേദന മാറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഏതായാലും ഡോക്ടറെ അടുത്ത് പോകുന്നു. അങ്ങനെ തൃശ്ശൂർ, പിന്നെ ഞാൻ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ചെസ്റ്റ്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെസ്റ്റ് പെയിൻ വന്നു. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം തന്നെ അവർ 3500 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പം എന്നോടൊക്കെ എഴുതി മേടിച്ചു. അത് കഴിഞ്ഞ് 10 ദിവസം അവിടെ കിടന്നു. ഞങ്ങൾ 10 ദിവസം കിടന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ തന്നേക്കുന്നത് പ്രഷറിന്, പ്രമേഹത്തിന്, ഷുഗറിന്, പിന്നെ ഇതിനാണ് മെയിനായിട്ടുള്ള മരുന്ന് തന്നിരിക്കുന്നത്. നാവുമിടാൻ ചിലർക്ക് സോർബിറ്റേറ്റ് അതൊന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ പഴയ ഭക്ഷണത്തിലേക്ക് തന്നെ പോയി. ഞാൻ കുറച്ച് ഈ കൂവളത്തിൻ്റെ ഇല, അതുപോലെ തന്നെ കുമ്പളങ്ങ അടിച്ചിട്ട് അതിൽ കുറച്ച് ഒരു 6 കൂവളത്തിൻ്റെ ഇലയും, ഒരു പിടി തഴുതായ്മ, ഒരു പിടി കറുക, അതിൽ തന്നെ 10-30 തുളസിയുടെ ഇല, ഇതെല്ലാം ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ച് 2 നേരം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോൾ പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ആളും ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഈ മരുന്ന് നിർത്താൻ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രഷറൊക്കെ 60 ഉള്ളൂ, എന്നിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് മരണം വരെ മരുന്ന് കഴിക്കണത്. അപ്പോൾ ഓർത്തു മരണം വരെ മരുന്ന് കഴിക്കാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വെച്ചിട്ട് പഥ്യമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മുടെ രോഗം മാറണമെങ്കിൽ പഥ്യം കാക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്താണ് രോഗത്തിന് കാരണം, അത് മാറ്റിയില്ലെങ്കിൽ ഒരിക്കലും മാറില്ല. ഈ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടനൊരു ദുശീലം ഉണ്ടായിരുന്നു, നന്നായിട്ട് സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്മോക്കർ എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. കാരണം അതെന്ത് ചെയ്താൽ മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ഈ ബുക്കൊക്കെ എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുക. ഇതാണ് എൻ്റെ കുറേ ബുക്കുകളൊക്കെ എഴുതി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒരു പുസ്തകപ്പുഴാണ്, ഏത് നേരവും അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ കാണില്ല, ആരും കാണില്ല. മുകളിൽ പോയിട്ട് തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് വലിക്കും. അപ്പം ഞാൻ പറയും ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഈ സിഗരറ്റ് വലിച്ചിട്ടാണെന്ന് പറയും. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയാറില്ല. അതായിരിക്കണം മെയിനായിട്ട് ഇത് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ അവിടെ ചെന്ന് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 1 മാസമൊക്കെ ഈ മരുന്ന് കഴിച്ചു.
എന്നിട്ടും പിന്നെയും ഡോക്ടർ പറയുന്നത് മരുന്ന് തുടർന്ന് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചേട്ടനാണെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച പോലും നയമ്പെടുക്കാനായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപവാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് സഞ്ജീവിനി എന്ന് പറഞ്ഞിട്ടൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രം ഉണ്ട്, അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പും അതുപോലെ തന്നെ ഇതൊക്കെ എടുത്ത് കാർബോഹൈഡ്രേറ്റൊക്കെ എടുത്ത് ഉപയോഗിക്കും. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നോക്കുക. അപ്പോൾ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ എക്സസ് എനർജി ഉപയോഗിച്ച് വേസ്റ്റിനെ പുറന്തള്ളാനും കേടുവന്ന കലകളെയൊക്കെ മെൻഡ് ചെയ്യാനും നമ്മുടെ ശരീരം ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപവാസം എടുക്കണം, ഭക്ഷണം ക്രമീകരിക്കണം, ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു നേരം അരി ഭക്ഷണം തരും, പിറ്റേ ദിവസം ജ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് പിറ്റേ ദിവസം ജ്യൂസ് മാത്രം കഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ കൊള്ളുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ കോളേജിൽ പോയി. അന്ന് ആ വർഷം SSLC പരീക്ഷയുടെ പേപ്പർ ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കാലത്ത് തന്നെ സ്കൂളിൽ പോയി. അന്നായിരുന്നു ആ പരീക്ഷ ഉണ്ടായിരുന്നു, ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ വൈകുന്നേരം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ളതൊക്കെ എനിക്ക് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ കിടക്കണ്ട പിറ്റേ ദിവസം. മോള് ഭയങ്കര എനർജറ്റിക്കായിട്ട് അച്ഛന് ഭയങ്കര ഇത് അപ്പം ഞാൻ ചോദിച്ചു, ഉപവാസം ചെയ്തിട്ട് ജ്യൂസ് മാത്രം കഴിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലേ? ഇല്ലടി, നല്ല എനർജി ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവിടെ വെച്ച് മരുന്ന് നിർത്തി. 15 വർഷം ആ മരുന്നില്ലാണ്ട് തന്നെ എൻ്റെ ചേട്ടൻ ജീവിച്ചു. എല്ലാ കാര്യങ്ങളും റിട്ടയറായി. അതിനുശേഷവും ഗൾഫിൽ 1 വർഷം വർക്ക് ചെയ്തു, പിന്നെ നാട്ടിൽ വന്നിട്ട്. പക്ഷേ ആ ഹാബിറ്റ് ഇവിടുന്ന് 6 കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യാണ്ടിരുന്നു. അത് സിഗരറ്റ് വലിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഗൾഫിൽ റിട്ടയർ ആയപ്പോൾ ഗൾഫിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആ റൂംമേറ്റ് നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. വീണ്ടും അത് തുടങ്ങി. അത് ഇവിടെ തിരിച്ച് വന്നിട്ട് അപ്പോഴും കുറേ റിസർച്ചും UGCയുടെ എമറിറ്റസ് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ UGC ഒരു ബുക്കൊക്കെ എഴുതാനായിട്ടുള്ള സംരംഭത്തിലായിരുന്നു. അപ്പം നല്ലപോലെ വലിക്കുമായിരുന്നു. പിന്നെ ആ മരിക്കുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് ദിവസം കളികളൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കം ശരിക്കും ഈ ഹാർട്ട് പേഷ്യൻസ് ഉറക്കം നിൽക്കാൻ പാടില്ല. നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്ന സമയമാണ് 9 മണി തൊട്ട് 3 മണി വരെ. ആ സമയത്ത് നമ്മൾ ഉറങ്ങണം എന്നാണ് പറയണേ. ഇന്ന് അറ്റാക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഉറക്കം ശരിയല്ലാത്തതാണ്. നമ്മുടെ മൈൻഡ് റിലാക്സ് ആവണില്ല. ബോഡി ഇപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ രാത്രി കുറേ നേരം വരുന്നൊരു 1 മണി 2 മണി വരെ ഇരുന്നിട്ട് 11 മണി വരെ കിടന്നുറങ്ങും. പക്ഷേ ഈ 11 മണി വരെ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ മൈൻഡ് ഉറങ്ങണില്ല, ബോഡി മാത്രമേ ഉറങ്ങുള്ളൂ. ഇപ്പം നേരം വെളുത്ത് എത്ര ഉറങ്ങിയാലും ഉറക്കക്ഷീണം മാറാത്തതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് അതും കുറേ ദിവസം അടുപ്പിച്ച് ഈ കളി കണ്ടിട്ടുണ്ടായിരുന്നു. 2020 ഉണ്ടായിരുന്നു. പിന്നെ ആ കളി ചേട്ടൻ്റെ വീക്ക്നെസ് ആയിരുന്നു. 2020 ഉണ്ടായിരുന്നു. അതിനുശേഷം വേൾഡ് കപ്പും വന്ന് കുറേ ദിവസം ഉറക്കമൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ ആള് കിണറിന് സ്ഥാനം കാണുമായിരുന്നു. അപ്പോൾ ആ കിണറിന് സ്ഥാനം കാണുമ്പോൾ അതും 10,000 കിണർ എവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണെങ്കിലും അവിടെ പോയി ചേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 10,000 കിണറെങ്കിലും ചേട്ടൻ സ്ഥാനം കണ്ടിട്ട് കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ നന്മ ചെയ്തു. പിന്നെ ഒരാശ്വാസം, ആള് കഷ്ടപ്പെടാതെ ആർക്കും ഭാരമാകാതെ പോയി. അപ്പം അതുകൊണ്ട് ഇപ്പം എല്ലാവരും പറയും ഒത്തിരി ദാനധർമ്മവും ഒത്തിരി മറ്റുള്ള കുട്ടികളെ ഉയർത്താനും ഒത്തിരി ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ സമ്പത്ത് അതാണല്ലോ. ഒത്തിരി ആളുകളെ ജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതാനുഭവം നിങ്ങൾക്ക് പങ്കിടുകയാണ്. നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കിയാൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ജീവിതം
ധന്യമാക്കാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഥ്യം കാക്കാൻ വിഷമിച്ച ഒരു രോഗി മരിച്ച കഥ. ഇതെൻ്റെ ഒരു അനുഭവ കഥയാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ വീട് മാളയിലാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷി നടത്തിയായിരുന്നു. ജൈവ കൃഷി 4 ഏക്കറിൻ്റെ ക്രമപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം അതിലൊരാള് ആ കൃഷി നോക്കാനെ ഏൽപ്പിച്ചു. അവൻ കുറെ പൈസ എൻ്റെ എടുത്തു. അപ്പോൾ ആ പൈസ ചോദിക്കാനായിട്ട് ഞാൻ അവനെ വിളിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കഴിവുണ്ട്. നമ്മളൊരാളെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടും. അപ്പൊ ഇവനെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇവന് ഹാർട്ട് ചെസ്റ്റിൽ ഭയങ്കര പെയിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ അത്ര കൂടുതലും. അപ്പൊ ഞാനെന്താ വെച്ചിട്ട് ഇവനെ ഫോൺ വിളിച്ച് വിവരം പറയാന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ കുറെ പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാണ്ടായിട്ട് ഞാൻ വിചാരിച്ചു അവൻ എന്താ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ ഈ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വിളിക്കണേന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്തിട്ട് അവൻ എടുക്കണില്ല ഫോൺ. അപ്പൊ ഞാൻ ഓർത്തു എൻ്റെ പൈസയേക്കാളും വലുത് അവൻ്റെ ജീവനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാളയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഇല്ല, അവൻ അവിടെ പുറത്ത് പോയിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവൻ്റെ ഭാര്യയുടെയും അമ്മയോടും പറഞ്ഞു ഇങ്ങനെ അവന് ഹാർട്ടിന് നല്ല പ്രോബ്ലമാണ്, എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ നോൺ വെജ് ഇറച്ചിയൊക്കെ അവൻ്റെ വീക്ക്നെസ്സാന്ന് പറഞ്ഞു. നല്ല പോലെ പോത്തിറച്ചി കഴിക്കുക അവൻ. അപ്പൊ അതുകൊണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പച്ചമരുന്നുകളൊക്കെ കൊടുത്തു. ഇങ്ങനത്തെ ഈ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തോളൂ, അപ്പൊ നല്ലോണം മാറും. എൻ്റെ ചേട്ടൻ അറ്റാക്ക് വന്നപ്പോൾ ഇത് ചെയ്തിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തോളൂ ഇട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാളയിൽ നിന്ന് ഫോൺ വന്നു, ടീച്ചറെ ജോൺസൺ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ദൈവമേ, ഞാൻ പറഞ്ഞിട്ടും അനുസരിച്ചില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനെ കാണാനായിട്ട് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ടീച്ചറെ അവൻ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് കേട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു പുല്ലും വെള്ളമൊന്നും തിന്ന് ജീവിക്കാൻ പറ്റില്ല, ജീവിക്കുന്നിടത്തോളം നല്ലോണം ജീവിക്കാമെന്ന് പറഞ്ഞു. ആ മരിക്കണ അന്നും നല്ല പോലെ നെയ്യുള്ള പോത്തിറച്ചി തിന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നുകൊണ്ട് അവൻ വൈക്കോല് ഇറക്കാനായിട്ട് പോയി. വൈക്കോലൊക്കെ കൊണ്ടുവന്നു, വൈക്കോലൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു. അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞിട്ട് അവൻ വലിച്ചെറിയുന്നത് ഇങ്ങനെ ഒരു ഇതില്ലാത്ത പോലെ വലിച്ചെറിയുന്നു. അപ്പൊ അടുത്തുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവൻ എന്താ ഇങ്ങനെ എറിയണെന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവൻ ഉള്ളിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ്റെ അനക്കൊന്നും കേൾക്കാനില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ അവൻ വെള്ളം കുടിക്കാനെടുത്ത ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മറിഞ്ഞു വീണ് അവിടെ മരിച്ചു കിടക്കണുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഷോക്കായിപ്പോയി. നമ്മൾ പറഞ്ഞാലും കേൾക്കാനായിട്ട്, അതാണ് ഈ പഥ്യത്തിനെ കുറിച്ച് ഞാൻ ഇത്ര ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്. പഥ്യം നമ്മൾ കാത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രോഗം എന്താണോ നമ്മളെ രോഗിയാക്കിയത് അതിനെ മാറ്റാത്തോടത്തോളം കാലം നമ്മുടെ ഒരു രോഗവും മാറാൻ പോണില്ല. അപ്പം അതുകൊണ്ട് നല്ല ശരിയായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ അവസാനം കഴിക്കേണ്ടത്, അപ്പോൾ ദഹനം ശരിയാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പഴങ്ങൾ കഴിക്കുക, പെട്ടെന്ന് ദഹിക്കും. അതിനുശേഷം കുറച്ച് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ, അതുപോലെ തന്നെ ചെറുപയർ കുറച്ച് ഇട്ടിട്ട് അപ്പോൾ ഒരു സമീകൃതമായിട്ടുള്ള ആഹാരമാവും. ഇപ്പോൾ വേറൊരു ദിവസം കുറച്ച് കപ്പലണ്ടി മുളപ്പിച്ചിട്ട് കുറച്ച്, അതുപോലെ തന്നെ വേറൊരു ദിവസം ഇത്തിരി നാളികേരം ഇട്ടിട്ട് അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആദ്യം കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശപ്പ് കുറയും. പിന്നെ നമ്മൾ പച്ചയായിട്ടുള്ള പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളം കുറയ്ക്കുക. പകരം നമ്മൾ പച്ചയായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, അതായത് അമരപ്പയർ, കൊത്തമര, അങ്ങനത്തെ പയറുവർഗ്ഗങ്ങൾ കിട്ടുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അതിലുണ്ട്. പിന്നെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇപ്പോൾ
ഇന്ന് ഇത്രയധികം പ്രമേഹ രോഗികൾ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ പണ്ടത്തെ ഓണാട്ടം ചിച്ചേനി മുതലായ നെല്ലിലൊക്കെ 100 കലോറിയാണ് സ്റ്റാർച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന അരികൾക്കൊക്കെ 400 കലോറിയാണ് സ്റ്റാർച്ച്. അതുകൊണ്ടാണ് നമ്മൾ ചോറിൻ്റെ അളവ് നമ്മൾ കുറേ കഴിക്കും. എന്തോരം തിന്നാലും വിശപ്പ് മാറാത്തൊരവസ്ഥയാണ് ഈ ചോറിനുള്ളത്. ആ സമയത്ത് നമുക്ക് തവിടുള്ള അരിയാണെങ്കിലും വളരെ കുറച്ചേ കഴിക്കാനായിട്ട് തോന്നുള്ളൂ. അത് മതി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഈ ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് രോഗികളായിട്ടുള്ള ആൾക്കാർ എങ്ങനെ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റുമെന്നുള്ള ഈ പ്രകൃതി തത്വം പാലിച്ചുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു കേരളം പടുത്തെടുക്കാനായിട്ട് എൻ്റെ പ്രയത്നത്തിൽ നിങ്ങളും പങ്കാളികളാകുക. നന്ദി, നമസ്കാരം.